ഹലോ സ്റ്റുഡൻസ്, ഫിസിബൻ സ്പേസ് ലാബിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണ്, മറ്റൊന്ന് IC ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേബിൾ നിങ്ങൾ മുമ്പ് ലാബുകൾ ചെയ്തിട്ടുണ്ടാവും. സർക്യൂട്ട്സ് ലാബിലൊക്കെ ചെയ്താണ്. ആ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. ഇത് നിങ്ങൾ വയർ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ വയറിങ് കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, Q1 Q2. അതേപോലെ 4 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. കലക്ടറിൽ റെസിസ്റ്റൻസ് RC1 RC2 രണ്ടെണ്ണം കാണാം. പിന്നെ ബേസിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 R2 ആൻഡ് 2 കപ്പാസിറ്റേഴ്സും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ PSpiceൽ നമുക്കങ്ങനെ സിമുലേറ്റ് ചെയ്യാൻ നോക്കാം. PSpice ഒന്ന് റൺ ചെയ്യിക്കാം. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് മെനുവിൽ കാഡൻസിൽ സാറിന് അതിൽ ഓർക്കാഡ് ക്യാപ്ചർ സിസ് ആണ് അല്ലേ. അപ്പോൾ ഓർക്കാഡ് ക്യാപ്ചർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നേരത്തെ വരച്ച് വെച്ചൊരു സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ ഉണ്ട്. ഞാൻ പുതുതായിട്ട് ഒന്ന് എങ്ങനെയാണ് വരേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ പ്രോജക്റ്റ് എടുക്കുകയാണ്. ന്യൂ പ്രോജക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. സ്റ്റേബിൾ. ഓക്കെ. ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രോജക്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബ്ലാങ്ക് പ്രോജക്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്പൗണ്ട്സൊക്കെ ആഡ് ചെയ്യാം. സ്റ്റേബിൾ ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ആഡ് പ്ലേസ് പാർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററാണ് അതിൽ വരുന്നത്. ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2N എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ കിട്ടും. 2N എന്ന് ടൈപ്പ് ചെയ്യാം. 2N. അപ്പോൾ 2N 2222 എന്ന ട്രാൻസിസ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ലാബുകളിൽ ഉപയോഗിച്ചത് BC547 അല്ലെങ്കിൽ S100 ഈ ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 2N 2222 ആണ്. ഈ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ 2 ട്രാൻസിസ്റ്റർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ 2 ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് വെക്കാം. പിന്നെ വരുന്നത് പിന്നെ എന്തൊക്കെയാണ്, ഇതിലുള്ള കമ്പൗണ്ട്സൊക്കെ ഞാനൊന്ന് പ്ലേസ് ചെയ്യാം ഫസ്റ്റിൽ. ഇതൊക്കെ നിങ്ങളൊന്ന് ഫെമിലർ ആയിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസിസ്റ്റേഴ്സ് കൂടാതെ നമുക്ക് വേണ്ടത് റെസിസ്റ്ററാണ്. റെസിസ്റ്റർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് R പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ R അനലോഗ് കാണാം. R അനലോഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് 4 റെസിസ്റ്റേഴ്സ് വേണമല്ലോ. അപ്പോൾ 4 എണ്ണം ഒരുമിച്ച് പ്ലേസ് ചെയ്യുക. 1 2 3 4. പിന്നെ റെസിസ്റ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ ക്ലിക്ക് റൊട്ടേറ്റ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക്, നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നതെങ്കിൽ ക്ലിക്ക് റൊട്ടേറ്റ്. എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ്. തന്നെ ഇതിൽ മറ്റെന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? നമുക്ക് 2 കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ പ്ലേസ് ചെയ്യാനായിട്ട് C പ്രസ് ചെയ്താൽ മതി. C അനലോഗ് കാണാം. C അനലോഗ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കപ്പാസിറ്റേഴ്സ് ഇവിടെ കിട്ടും. 2 കപ്പാസിറ്റേഴ്സ് ഞാൻ എടുത്തു. ദെൻ ഈ സർക്യൂട്ടിൽ വരുന്നത് പിന്നെ ഒരു പവർ സപ്ലൈ കൊടുക്കണ്ടേ അല്ലേ, VDC. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് VDC സോഴ്സ് ക്ലിക്ക് ചെയ്യാണ്. VDC എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ VDC സോഴ്സ് കാണിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പവർ സപ്ലൈ ഇവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രൗണ്ട് പോയിൻ്റ് കൂടെ കൊടുക്കണം അല്ലേ. ഗ്രൗണ്ട് പ്ലേസ് ചെയ്യുക. 0. ഓക്കെ. ഗ്രൗണ്ട് വെച്ചു. ഇനി ഈ സർക്യൂട്ട് വയർ ചെയ്യാണ് വേണ്ടത്. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം പ്രകാരം സർക്യൂട്ട് ഡയഗ്രാം നോക്കുക, അത് പ്രകാരം നിങ്ങൾ വയർ ചെയ്യുക. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ വാല്യൂസ് കൊടുക്കാനുണ്ട്. സപ്ലൈ വോൾട്ടേജ് കൊടുക്കാനുണ്ട്. ഇവിടെ സപ്ലൈ വോൾട്ടേജ് 0 വോൾട്ടാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മേലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് കൊടുക്കാം. നമ്മൾ 12 വോൾട്ടാണ് 12 വോൾട്ട്, അല്ലെങ്കിൽ 5 വോൾട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് 5 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. 5 വോൾട്ട്. ഓക്കെ. അതേപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. 1K. നമ്മളിപ്പം ബേസിൽ സാറിന് ഇതിൽ ഉപയോഗിക്കുക ഒരു 72K ആയിരിക്കും. നമുക്കൊരു 0.5 മില്ലി സെക്കൻഡ് സ്റ്റേബിൾ ഒരു 0.5 മില്ലി സെക്കൻഡാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒരു 72Kൻ്റെ അടുത്താണ് റെസിസ്റ്റർ കൊടുക്കേണ്ടത്. 72K. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ വാല്യൂസും കൊടുക്കാം.
പിന്നെ നമുക്കിത് നിങ്ങൾക്കറിയാം, ഇതൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആയിരിക്കും അല്ലേ. സ്ക്വയർ വേവ് തനിയെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ കളക്ടർ എന്നാണ് നമ്മൾ സാറിന് ഇതിൽ വേവ് ഫോം എടുക്കുക. അതൊരു സ്ക്വയർ വേവ് ആയിരിക്കും അല്ലേ. അപ്പം ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, വേവ് ഫോംസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ വാല്യൂസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 1N എന്നാണ്, 1 നാനോ ഫാരഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് 0.01 ആണ് കൊടുക്കുന്നതെങ്കിൽ 0.01 U എന്ന് ടൈപ്പ് ചെയ്താൽ മൈക്രോ ഫാരഡ് 0.01 U ടൈപ്പ് ചെയ്യുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂ ഇവിടെ എഡിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ അതിനുശേഷം നമ്മൾ വയർ ചെയ്യണം. വയർ ചെയ്യാനായിട്ടുള്ള ടൂൾ ഇവിടെ ഉണ്ട്, പ്ലേസ് വയർ അല്ലേ. ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ റെസിസ്റ്റേഴ്സോ കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വെക്കുന്നു, ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രം ഉണ്ട്, ആ ഡയഗ്രം എടുക്കാം. ഇത് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്, അത് നമുക്ക് നോക്കാവുന്നു. ഓക്കെ, ഇതാണത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം ഒന്നുകൂടെ. ഓക്കെ, 5 വോൾട്ടാണ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ദെൻ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചു. പിന്നെ ബേസിലേക്ക് ഇട്ട 2 റെസിസ്റ്റേഴ്സ്, ബേസിലേക്ക് നിങ്ങൾക്ക് 2 റെസിസ്റ്റർ ഇട്ട് കാണാം. അത് 72K ആണ്, ഇവിടെ 72K ആണ്. ദെൻ കലക്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത് 4.7K ആണ്, ഇവിടെയും 4.7K ആണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഡിസൈൻ ഉണ്ട്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസൈൻ നിങ്ങൾ മുമ്പ് ലാബുകൾ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഡിസൈൻ കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഒരു 1 മില്ലി സെക്കൻഡിന് വേണ്ടി, ഒരു വേവിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് 0.5 മില്ലി സെക്കൻഡ് ഓണും 0.5 മില്ലി സെക്കൻഡ് ഓഫ് ടൈമും ഉണ്ടാവും. അപ്പോൾ മൊത്തം ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് വരും. ഓക്കെ, ആ രീതിയിലാണ് ഈ ഒരു വേവ് ഫോം വരുന്നത്. ഇതിലിപ്പം നമുക്ക് വേവ് ഫോംസ് എടുക്കാൻ പറ്റുന്നത് കളക്ടറിൽ നിന്നാണ് നമ്മൾ എടുക്കുക അല്ലേ, കളക്ടറിൽ നിന്നാണ്. അതിന് മുമ്പേ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഏതൊരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു സിമുലേഷൻ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ള, ക്രിയേറ്റ് എ ന്യൂ സിമുലേഷൻ പ്രൊഫൈൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു നെയിം കൊടുക്കണം. സിമുലേഷൻ പ്രൊഫൈലിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, SIM1 SIM2 എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അതിനുശേഷം ക്രിയേറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ന്യൂ വിൻഡോ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സിമുലേഷൻ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം, ഈ വിൻഡോ കാണാം. ഇത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഏത് ടൈപ്പ് അനാലിസിസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് വേവ് ഫോംസ് ആണ് നമുക്കിവിടെ വേണ്ടത്, വേവ് ഫോംസ് ആണ് നമുക്ക് വേണ്ടത്, വേവ് ഫോംസ് വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടൈം, നിങ്ങൾ റൺ ടൈം നിന്ന് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. ആ റൺ ടൈം എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോസ് ഞാൻ പറഞ്ഞല്ലോ 1 മില്ലി സെക്കൻഡാണ് നമ്മുടെ ടൈം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സപ്പോസ് ഒരു 5 സൈക്കിൾസ് കാണണമെന്ന് വിചാരിക്കുക, 5 സൈക്കിൾസ്. ആ 5 സൈക്കിൾസ് കാണുന്നെങ്കിൽ നിങ്ങൾ ഒരു 5 മില്ലി സെക്കൻഡ് റൺ ടൈം കൊടുത്താൽ മതി. റൺ ടൈം 5 മില്ലി സെക്കൻഡ്സ് കൊടുക്കും. പിന്നെ സ്റ്റാർട്ട് സേവിങ് ഡാറ്റ ആഫ്റ്റർ നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എക്സ്പീരിയൻ്റൊക്കെ പറഞ്ഞാണ്, ഏതാണ് നമ്മുടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററൊക്കെ. അപ്പോൾ തുടക്കത്തിലുള്ള വേവ് നമുക്ക് കാണേണ്ടെന്ന് വിചാരിക്കുക. തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള വേവ് ആയിരിക്കില്ല. ഒരു ആഫ്റ്റർ സം ടൈം കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്താ ഉണ്ടാവുള്ളൂ, കറക്റ്റായിട്ടുള്ളൊരു വേവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ വേണമെങ്കിൽ ഒരു 1 മില്ലി സെക്കൻഡ് നിങ്ങൾക്ക് കൂടെ കൊടുക്കാം. സ്റ്റാർട്ട് സേവിങ് ഡാറ്റ ആഫ്റ്റർ 1 മില്ലി സെക്കൻഡ്സ്. ടോട്ടൽ റൺ ടൈം 5 മില്ലി സെക്കൻഡ്, ദെൻ സ്റ്റാർട്ട് സേവിങ് ഡാറ്റ ആഫ്റ്റർ 1 മില്ലി സെക്കൻഡ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വേവ് കാണാൻ പറ്റും, 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ട് വരുന്ന 4 മില്ലി സെക്കൻഡിലെ വേവേ കാണാൻ പറ്റുള്ളൂ. അത് 4 മില്ലി സെക്കൻഡിന് ഏകദേശം 4 സൈക്കിൾ വരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ദെൻ മാക്സിമം സ്റ്റെപ്പ് സൈസ് ഇവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് 10 മൈക്രോ ആണ് നമ്മൾ സാറിന് കൊടുക്കാറ്. 10 മൈക്രോ സെക്കൻഡ്സ് ആണ് സ്റ്റെപ്പ് സൈസ് ആയിട്ട് കൊടുക്കാറുള്ളത്. ഇത്രയും സെറ്റിങ്സ് വരുന്നുള്ളൂ. അനാലിസിസ് ടൈപ്പ് ടൈം ഡൊമൈൻ ആണ്. ടൈം ഡൊമൈൻ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബിക്കോസ് നമുക്ക് ഇവിടെ വേവ് ഫോംസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ. ഇത്ര ടൈം, എത്ര സൈക്കിൾസ് നമുക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടൈം, അതുകൊണ്ട് ടൈം ഡൊമൈൻ ആണ് അല്ലേ. ഓക്കെ അടിക്കുക. ദെൻ പിന്നെന്താ ഇവിടെ കൊടുക്കാനുള്ളത്, പിന്നെ കൊടുക്കാനുള്ളത് പ്രോബാണ് അല്ലേ. നമുക്ക് എവിടെ നിന്നൊക്കെ വോൾട്ടേജ് വേവ്സ് വേണം. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജ് കാണേണ്ടത് കളക്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വോൾട്ടേജ് മാർക്കർ എടുത്തിട്ട് ഇതിൻ്റെ കളക്ടറിൽ പ്ലേസ് ചെയ്യാം അല്ലേ. കളക്ടറിൽ പ്ലേസ് ചെയ്യാം. എസ്കേപ്പ്, ഒരു വേവ് ഫോം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കളക്ടർ പ്ലേസ് ചെയ്യുക. ദെൻ എന്താ ചെയ്യുക, റൺ സ്പൈസ് അല്ലേ. റൺ സ്പൈസ് നിൽക്കുക. എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഒരു പുതിയ വിൻഡോ വരും.
എറേഴ്സ് ഉണ്ടെങ്കിൽ എറേഴ്സ് കാണിക്കും. നമ്മൾ വയറിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു സ്ക്വയർ വേവ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. സ്ക്വയർ വേവ് ഏകദേശം ഒരു 0.5 മില്ലി സെക്കൻഡ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ 1 മില്ലി സെക്കൻഡ് കൊടുത്തുകൊണ്ടാണ് 1 സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് സേവിങ് ഡാറ്റ ആഫ്റ്റർ 1 മില്ലി സെക്കൻഡ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ 1 മില്ലി സെക്കൻഡ് വന്നത്. 1, 1.5, 2, 2.5 അങ്ങനെയാണ് പോകുന്നത്. അതായത് 0.5 മില്ലി സെക്കൻഡാണ് ഇവിടെ ടൈം പീരീഡ് ആയിട്ട് വരുന്നത്. 1 മില്ലി സെക്കൻഡാണ് അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും വേവ് ഫോം വേണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ എനിക്ക് സാധാരണ ഇതിൽ നമ്മൾ ഒരു വേവ് ഫോം അല്ല വരയ്ക്കുക, കലക്ടറിലെ വേവ് ഫോം വരയ്ക്കണം, ബേസിലെ വേവ് ഫോം വരയ്ക്കണം അല്ലേ. ഈ ട്രാൻസിസ്റ്റർ ഈ ട്രാൻസിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് കിട്ടിയത് ഇവിടെ? സ്ക്വയർ വേവ് കിട്ടാനുള്ള കാരണം എന്താണ്? ട്രാൻസിസ്റ്റർ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ഉണ്ടാവുക, 5 വോൾട്ട്. 5 ആണല്ലോ നമ്മൾ VCC കൊടുത്തത്, അപ്പോൾ 5 വോൾട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ഓഫ് ആയിരിക്കുന്ന സമയത്ത് 5 വോൾട്ട് ഉണ്ടാവും, ഓൺ ആയിരിക്കുന്ന സമയത്തോ 0 വോൾട്ട് ആയിരിക്കും അല്ലേ. 0 വളരെ ചെറിയ വോൾട്ട് ഉണ്ടാവും, 0 ആയിട്ട് എടുത്താൽ മതി. പിന്നെ അഗെയിൻ ട്രാൻസിസ്റ്റർ ഓഫ് ആവുകയാണ്, ഓൺ ആവുകയാണ്. അങ്ങനെ ഈ ട്രാൻസിസ്റ്റർ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്യൂട്ടിൽ ഈ ട്രാൻസിസ്റ്റർ Q1 Q2 ആണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ Q2 Q3 ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഓൺ ഓഫ്, ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുന്ന സമയത്ത് മറ്റത് ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന സമയത്ത് മറ്റത് ഓൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മാറി മാറി ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇത് ഇവിടെ ഓൺ ഓഫ് ആകുന്ന സമയത്ത് നമുക്കിവിടെ കലക്ടറിൽ എന്ത് കാണാൻ പറ്റും? സ്ക്വയർ വേവ് കാണാൻ പറ്റും. ഓൺ ആയിരിക്കുന്ന സമയത്ത് 0 വോൾട്ട് ആയിരിക്കും, ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് VCC ഇവിടെ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്വയർ വേവ് വരുന്നത്. ഇനി ഇതിൻ്റെ ബേസ് വേവ് ഫോം എങ്ങനെയാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു വോൾട്ടേജ് ലെവൽ മാർക്കർ ഒന്നും കൂടി എടുക്കുക, പിന്നെ ഇവിടെ പ്ലേസ് ചെയ്യാതെ ഇതിൻ്റെ ബേസിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ബേസിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക, ഒന്നും കൂടെ റൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയ 2 വേവ് ഫോംസ് ഇവിടെ കാണേണ്ടതാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അല്ലേ. ഈ ഗ്രീനിൽ കാണുന്നത് കലക്ടർ വേവ് ഫോമാണ്. ഗ്രീനിൽ നിങ്ങൾക്ക് കലക്ടർ വേവ് ഫോം കാണാം. പിന്നെ റെഡിൽ കാണുന്നത് ബേസ് വേവ് ഫോമാണ്. അതായത് ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുന്ന സമയത്ത് എന്താണ്? ബേസ് വോൾട്ടേജ് അല്ലേ. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ വേവും ബേസ് വേവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ട്രാൻസിസ്റ്റർ ഓഫായിരിക്കുന്ന സമയത്ത് ഓഫാണ് ഈ പൊസിഷൻ, ഈ ഒരു ടൈം പീരീഡിൽ ട്രാൻസിസ്റ്റർ ഓഫാണ്. ആ സമയത്ത് നമ്മുടെ ബേസിൽ എന്താ ഉള്ളത്? ബേസിൽ വോൾട്ടേജ് നെഗറ്റീവാണ്. ബേസ് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ NPN ട്രാൻസിസ്റ്റർ ആണല്ലോ, അതിൻ്റെ ബേസ് വോൾട്ടേജ് നെഗറ്റീവ് ആയേ മതിയാവുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. ആ നെഗറ്റീവ് വോൾട്ടേജ് കുറഞ്ഞ് വരും. അത് കപ്പാസിറ്റർ ചാർജിങ്ങിലൂടെയാണ് ഇത് കുറഞ്ഞ് വരുന്നത്. ആ വോൾട്ടേജ് കുറഞ്ഞ് 0 ആവും. 0 ആയിട്ട് അത് പിന്നെ എന്ത് ചെയ്യും വെച്ചാൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്യും. ചാർജ് ചെയ്തിട്ട് ആ ബേസിൽ ഒരു 0.6 എത്തുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ എന്താവും? ഓഫ് നിന്ന് നേരെ ഓണിലേക്ക് വരും. ആ 0.6 ആണ് ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ എത്രയാണ് ഉണ്ടാവുക? 0.6 വോൾട്ടാണ് ഉണ്ടാവുക. ആ 0.6 വോൾട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിൽക്കും അത് അല്ലേ. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ട്രാൻസിസ്റ്റർ പിന്നെ ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ശേഷം കുറച്ച് സമയം അത് ഓണിൽ നിൽക്കും, വീണ്ടും അത് ഓഫിലേക്ക് പോകും അല്ലേ. ഓഫിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും എന്തായിരിക്കും? കപ്പാസിറ്റർ വോൾട്ടേജ് നെഗറ്റീവ് മാക്സിമത്തിലുണ്ടാവുക. അതിനുശേഷം ആ സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫാണ്. പിന്നെ എഗെയിൻ ആ കപ്പാസിറ്റർ ചാർജ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു കലക്ടറിലെ വേവ് ഫോമും അതിൻ്റെ ബേസ് വേവ് ഫോമാണ്. ഇനി അടുത്ത കലക്ടർ നോക്കുകയാണെങ്കിലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വേറെയും വേവ് ഫോംസ് നമുക്ക് എടുക്കാം. ഇവിടെ സർക്യൂട്ട് ഡയഗ്രം എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇവിടെ ഇതിൻ്റെ കലക്ടറൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കും. ഇതിൻ്റെ കലക്ടറും ഇതിൻ്റെ ബേസും കൊടുക്കാം. ഈ കലക്ടറും ഈ ബേസും കൊടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലൊരു വേവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഈ ബേസ് വേവ് ഫോം അങ്ങ് ഒഴിവാക്കുന്നു. ഈ ബേസ് വേവ് ഫോം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഞാനിവിടെ ഇതിൻ്റെ കലക്ടറാണ് കൊടുക്കുന്നത് വിചാരിക്കാം. വോൾട്ടേജ് മാർക്കറിൽ ഞാൻ ഒന്നാമത്തെ കലക്ടർ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 കലക്ടറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2 കലക്ടറും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം. റൺ ചെയ്യിക്കുക, റൺ കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ, 2 ഓപ്പോസിറ്റ് ഫേസിലെ 2 വേവ് ഫോം കാണാൻ പറ്റും. അതായത് ഒന്ന് ഗ്രീനിൽ കാണാം ഒന്നാമത്തെ കലക്ടർ. ഈ ഒന്നാമത്തെ കലക്ടർ അതായത് ഹൈ ആകുന്ന സമയത്ത് അടുത്തതിൻ്റെ മറ്റേ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ എന്തായിരിക്കും ഉണ്ടാവുക? ലോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും, മറ്റേ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുന്നതല്ല മീൻ ചെയ്യുന്നത് അല്ലേ. ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കുന്ന സമയത്ത്, അതായത് അതിൻ്റെ കലക്ടർ വോൾട്ടേജ് ഹൈ ആയിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓണിലുണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ ലോ കാണിച്ചത് അല്ലേ. ഇനി അടുത്ത സ്റ്റേജിലോ, അടുത്ത സൈക്കിൾ വരുന്ന സമയത്തോ പിന്നെ ഓഫായിരുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവും അല്ലേ. ആ ഓൺ ആവുന്ന സമയത്ത് മറ്റേ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓഫിലേക്ക് പോകും അല്ലേ. അങ്ങനെ ഓപ്പോസിറ്റ് ഫേസ് ആണിത്. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, മറ്റേത് ഓഫ് ആയിരിക്കും. അത് ഇങ്ങനെയാണ് വേവ് ഫോം കിട്ടുക. അപ്പോൾ ഈ വേവ് ഫോംസ് ഒക്കെയാണ് നമുക്ക് അതിൽ വരച്ച് വെക്കാനുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 2 വേവ് ഫോംസ് ഞാൻ മുമ്പ് വരച്ച് തന്നിട്ടുള്ള അതിന് കലക്ടറും ബേസും 2 വേവ് ഫോംസ് ഇല്ലേ,
ആ 2 വേവ് ഫോംസ് വരച്ചെടുത്താൽ മതി. ഓക്കെ, പിന്നെ അതിൻ്റെ സിമുലേഷൻ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കണം. ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളിത് റഫ് റെക്കോർഡിലേക്ക് എഴുതേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ റഫ് റെക്കോർഡിലേക്ക് എഴുതുക. അപ്പോൾ അതിൽ എൻ്റെ പ്രിൻസിപ്പൽ പ്രൊസീജിയറൊക്കെ ഞാൻ മുമ്പ് തന്നിട്ടുണ്ടല്ലോ, അത് അതേപടി എഴുതി വെച്ചാൽ മതി. അതിൻ്റെ കൂടെ സിമുലേഷൻ സെറ്റിങ്സ് വരച്ച് വെക്കണം. അതേപോലെ തന്നെ ഈ വേവ് ഫോംസും വരയ്ക്കണം. വേവ് ഫോംസ് 2 എണ്ണം വരച്ചാൽ മതി. കളക്ടറും ബേസും കൂടെയുള്ള വേവ് ഫോംസ് വരച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.